ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കുഞ്ഞിന് ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നുണ്ടോ? ഇതൊക്കെ സാധാരണ കാര്യമാണോ? അല്ലെങ്കിൽ നമ്മൾ ടെൻഷൻ അടിക്കണോ? പല അമ്മമാരുടെയും ഒരു വലിയ ആശങ്കയാണ് ഇത്. സത്യത്തിൽ ചെറിയ കുഞ്ഞുങ്ങൾക്ക് പനി വരുന്നത് പലപ്പോഴും നോർമലാണ്. കാരണം അവരുടെ രോഗപ്രതിരോധ ശേഷി ഇപ്പോഴും പൂർണ്ണമായി വളർന്നിട്ടില്ല. ശരീരം വൈറസുകളെയും ബാക്ടീരിയകളെയും നേരിടുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് പനി വരുന്നത്. അതുകൊണ്ട് എല്ലാ പനിയും അപകടകരമെന്ന് കരുതേണ്ടതില്ല. പക്ഷേ പനി വരാനുള്ള കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. സാധാരണയായി വൈറൽ ഇൻഫെക്ഷനുകൾ കൊണ്ടാണ് കുഞ്ഞിന് പനി വരുന്നത്. ചെറിയ ചുമയും ജലദോഷവും കൂടെ ഉണ്ടാകാം. ഇത് സാധാരണയായി 2 മുതൽ 3 ദിവസത്തിനുള്ളിൽ മാറും. ചിലപ്പോഴൊക്കെ കുഞ്ഞിന് പല്ല് വരുമ്പോഴും ചെറിയ പനി കാണാം. എന്നാൽ വളരെ കൂടുതലായ പനി ടീത്തിങ് കൊണ്ട് മാത്രം വരാറില്ല. വാക്സിൻ എടുത്തതിന് ശേഷം ഒരു 2 ദിവസം പനി വരുന്നതും സാധാരണമാണ്. ഇതിനു പുറമെ ചിലപ്പോൾ മൂത്രവാഹിനി അണുബാധ, ചെവി ഇൻഫെക്ഷൻ, തൊണ്ട പ്രശ്നങ്ങൾ എന്നിവ കൊണ്ടും പനി വരാം. കുഞ്ഞ് കാരണമില്ലാതെ കരയുന്നത്, ചെവി പിടിക്കുന്നത്, ഭക്ഷണം തള്ളുന്നത് ഇവയൊക്കെ നമുക്ക് സൂചനകളായിരിക്കും. ഇപ്പോൾ പ്രധാനമായൊരു കാര്യമാണ് എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത്. 3 ദിവസത്തിലധികം പനി തുടർന്നാൽ, 102 ഡിഗ്രിനേക്കാൾ കൂടുതലായാൽ, കുഞ്ഞ് പാൽ കുടിക്കാതെ ഇരിക്കുകയോ വളരെ ക്ഷീണമായി തോന്നുകയോ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുകയോ ചെയ്താൽ വൈകാതെ ഡോക്ടറെ കാണണം. വീട്ടിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളും ഉണ്ട്. കുഞ്ഞിന് മതിയായ ദ്രാവകങ്ങൾ കൊടുക്കണം. അമ്മപ്പാൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് തുടരുക. കുഞ്ഞിനെ ലളിതമായ വസ്ത്രം ധരിപ്പിക്കുക. ഡോക്ടർ പറഞ്ഞാൽ മാത്രം മരുന്ന് നൽകുക. തണുത്ത വെള്ളത്തിൽ കുളിപ്പിക്കേണ്ട. 6 മാസം താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് പനി വന്നാൽ പ്രത്യേകം ശ്രദ്ധ വേണം. കൂടാതെ പനി വീണ്ടും വരികയാണെങ്കിൽ പോലും ഡോക്ടറുടെ ഉപദേശം ആവശ്യമാണ്. അവസാനമായി പറയാനുള്ളത്, പനി പലപ്പോഴും സാധാരണമാണ്. പക്ഷേ അത് ശരീരം നൽകുന്ന ഒരു സിഗ്നലാണ്. ശരിയായ സമയത്ത് ശ്രദ്ധിച്ചാൽ നമ്മുടെ കുഞ്ഞ് സുരക്ഷിതമായി വളരും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇത്തരത്തിലുള്ള ബേബി കെയർ ടിപ്സുമായി ഞാൻ ഇനിയും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.